കുറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭഗവതിയുടെ ഒരു ഇഷ്ട വഴിപാടാണ് ഈ പന്തം തെളിയിക്കൽ. മാത്രമല്ല നാളെ രാവിലെ സ്ത്രീകൾക്കായിട്ട് താലപ്പൊലിയും. ഈ രണ്ടു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ കുറുവള്ളിക്കാവിൻ്റെ. അപ്പോൾ ഇന്ന് രാത്രി 12 വീശോടുകൂടി ഈ കുറുവള്ളിക്കാവിൽ ഫുള്ള് തിറകളാണ്. നേരം വെളുക്കുമ്പരം തെറിയായിരിക്കും. അധികവും കൂടുതലും വരുന്നത് നമ്മളെ മലബാർ ഏരിയ അങ്ങനെയാണ്. വടകര അമ്പൈക്കുള്ള ഒരുപാട് ജനങ്ങൾ 10-15 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് അങ്ങനെയാണ് ഈ പന്തം വീശുക. അങ്ങനെയാണ്. അതുമാത്രമല്ല നമ്മൾ ഈ പന്തം എടുക്കുന്ന ആൾക്ക് മാത്രമല്ല, പന്തം കെട്ടുന്ന ആൾക്കും അതിൻ്റേതായ ഒരു വ്രതമുണ്ട്. ഓനും കുറച്ച് ദിവസം വ്രതം എടുത്തിട്ടാണ് പന്തം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ആ പറമ്പ് മൊത്തം പന്തക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അന്നത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു പോകുന്നത്. ആ ഒരു ആചാരം തെറ്റാതെ ഇപ്പോൾ നിലനിർത്തി പോകുന്നുണ്ട് ഇവിടുത്തെ, പ്രത്യേകിച്ച് വടകരക്കാർ ഇങ്ങനെ നിർത്തി. കൂടുതലും ഇവിടെ വരുന്നത് വടകര ആ ഭാഗത്തുള്ള ആൾക്കാരാണ് പന്തം വീശാൻ കൂടുതലുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ പന്തം വീശുമ്പോൾ ഫുള്ള് പന്തവും കാര്യമായിട്ട് അത്രക്കും പന്തേനു. ഇപ്പോൾ അത് കുറഞ്ഞു പോയി. ഇപ്പം ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുമായി മാറിയിട്ടുണ്ട് ഈ പന്തം വീശൽ. അന്നതല്ല, അന്ന് ഈ അമ്പലത്തിൻ്റെ പറമ്പ് മൊത്തം ഈ ഇത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഇത്. നമ്മളെ തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് അതായത് മുടിയെല്ലാം കത്തിപ്പോലെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തൊപ്പി. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തോർത്ത് ചുറ്റുന്ന മാതിരി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും. ഈ സാധനം വെച്ചാൽ നമ്മൾ അയക്ക് മൊത്തം അപ്പുറം ഇപ്പുറം മൊത്തത്തിൽ പന്തായിരിക്കും. തീ എവിടുന്നാ വീണ് നമുക്ക് പറയാൻ പറ്റും. അന്നേരം സ്പോട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, തെറിപ്പിച്ച് മാറ്റുക. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം വെച്ചാൽ ആ സംഗതി ഇപ്പോൾ ഞാളൊന്ന് നിലനിർത്തി പോകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ കുറുവള്ളിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഇതിൻ്റെ വർഷങ്ങളായിട്ട് ഒരു 10-60 വർഷം, എൻ്റെ ഓർമ്മയിൽ 10-60 വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. ഈ ഫോറസ്റ്റ് പോയിട്ട് നമ്മൾ എറുപോലെ മുറിച്ച് കൊണ്ടുവന്നിട്ട് തെങ്ങിൻ്റെ അടിച്ചുപാര എന്ന് നമ്മളെ ഇതിൽ പറയാം. അടിച്ചുപാര പറിക്കുക, തെങ്ങിൻ്റെ പാന്തം പൊളിക്കുക. തെങ്ങിൻ്റെ പാന്തം പൊളിച്ചിട്ട് ഇതിങ്ങനെ കെട്ടിയിട്ട് വർഷങ്ങളായിട്ട് ഓരോ ഭക്തന്മാർ വടകരയിൽ നിന്നും കല്ലാച്ചി, നാദാപുരം, കണ്ണൂർ ഈ സ്ഥലത്തു നിന്നെല്ലാം ഭക്തന്മാർ വരും. മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. അങ്ങനെ വ്രതമെടുത്തിട്ട് ഈ കുംഭമാസം 8-ാം തീയതി ഇവിടെ ക്ഷേത്രത്തിൽ 6:30 പന്തത്തിന് തീ കൊടുക്കും. ആ സമയത്ത് എല്ലാ ഭക്തന്മാരും നമ്മൾ ക്ഷേത്ര ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി നമ്മളടുത്ത് പന്തം വിലക്ക് വാങ്ങും. ക്ഷേത്ര ബോർഡിൻ്റെ അംഗീകാരപ്രകാരം മാത്രം. അതിൽ കൂടുതൽ വിൽക്കാനും പാടില്ല, കുറച്ച് വിൽക്കാനും പാടില്ല. അതുപ്രകാരം നമ്മളെ അച്ഛൻ്റെ ആദ്യമുള്ള സമയത്തെല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കാലം കഴിഞ്ഞ ശേഷം എൻ്റെ കാലം കഴിഞ്ഞ ശേഷം ആരും ഉണ്ടാവില്ല എൻ്റെ കുടുംബത്തിൽ. കാരണം വെച്ചാൽ അതിൻ്റെ എല്ലാം ഇപ്പം ആർക്കും അതിൻ്റെ താല്പര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഒരു വല്ലാതെ കഷ്ടപ്പെടുന്ന സംഭവമാണ്. ഇത് നമ്മൾ പറഞ്ഞാലൊന്നും ഇതിനെ ആരും വിശ്വസിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഈ തെങ്ങിൻ്റെ മണ്ടക്കാരനോ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിൽ പോയിട്ട് ഇത് വാങ്ങിക്കാനോ നിൽക്കില്ല. അവർക്കിപ്പം പുതിയ മൊബൈൽ യുഗമല്ലേ. അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ എല്ലാ കൊല്ലവും നടത്തും. നമ്മൾ മാത്രമല്ല, നമ്മളെ ഏട്ടൻ കുറേ ഒരു 10-15 ഗ്രൂപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ എല്ലാം ഈ മുള ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ഈ സമയത്തെല്ലാം കെട്ടി റെഡിയാക്കി കൊടുക്കും. ഇനിയിപ്പം ഇപ്പം പണ്ട് ചൈനയിൽ നിന്ന് ഇറക്കേണ്ടി വരും. ഇപ്പോൾ പുതിയ മോഡൽ വേറെ രക്ഷയില്ല.
പിന്നെ നിങ്ങൾ പറയും നമ്മള് ഇത് കഴിഞ്ഞാൽ തീർന്ന് ആരും ഉണ്ടാവില്ല. ആ നമ്മളെ മക്കളമാർ പറഞ്ഞേ നിങ്ങൾക്ക് വേറെ പണിയില്ലാച്ചാന്ന് പറയും. ഇങ്ങനത്തെ ഓരോ ഇതാ. അതുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരം വെച്ചാൽ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം ഇതുണ്ട്. നമ്മളെ അച്ഛനോ പിന്നെ അച്ഛൻ്റെ അച്ഛനോ എല്ലാവരും താവയായിട്ട് കൊണ്ടുവരുന്നതാ.